മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുകയാണ് എന്നുള്ള ആശങ്ക ജനങ്ങളിൽ പരക്കുമ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അത് കാര്യമായി തന്നെ ഉയരുകയാണ്. ഇപ്പോൾ 135 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 136 അടിയാണ് റൂൾ കർവ്. ആ പരിധി നിലനിർത്തുന്നതിന് വേണ്ടി തമിഴ്നാട് നാളെ ഒരുപക്ഷെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കാരണം പെരിയാറിൽ നിലവിൽ മഴ തോർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം പുറത്തേക്ക് വന്നാൽ പോലും പെരിയാറിൽ ജലനിരപ്പ് കാര്യമായി ഉയരുകയോ വീടുകളിലേക്ക് വെള്ളം കയറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഈ ജലനിരപ്പ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലാണ്. ഈ തേക്കടിയിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന സ്ഥലമാണ്. ഈ ഷട്ടർ തുറന്നാണ് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അതിൽ കൃത്യമായി കാണാൻ കഴിയും 135 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 136 അടിയാണ് റൂൾ കർവ് പരിധി. ആ പരിധിയിലേക്ക് എത്തിയാൽ ഉറപ്പായും ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് വെള്ളം ഒഴുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പിൽവേ ഷട്ടറുകൾ തുറക്കണമെങ്കിൽ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുക തന്നെ ചെയ്യണം. അതായത് ഷട്ടർ ലെവൽ എന്ന് പറയുന്നത് 136 അടിയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മഴ മാറി നിൽക്കുന്നു, അതും ആശ്വാസകരമായ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടില്ല. മറ്റ് ചെറു ഡാമുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കല്ലാർകുട്ടി, പാമ്പള, അതുപോലെ തന്നെ പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മുതിരപ്പുഴയാറിലേക്കും പെരിയാറിലേക്കും ഉൾപ്പെടെ ജലം ഒഴുകിയെത്തുന്നുണ്ട്. ലോവർ പെരിയാറിലേക്ക് കൂടുതൽ വെള്ളം എത്താനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം പൊതുവെ ഇടുക്കിയിൽ കുറഞ്ഞു നിൽക്കുകയാണ്. മഴ മാറി നിൽക്കുകയാണ്. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 134.80 അടിയാണ്. റൂൾ കർവ് പാലിക്കാൻ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. 136 അടിയാണ് റൂൾ കർവ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുന്നുവെന്നാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.